ഹായ്. ഗുഡ് ഈവനിങ് സേതു. ഗുഡ് ഈവനിങ്. എന്താണ് കായിക ലോകത്തെ വിശേഷം? വലിയ ആവേശം. കാരണം എനിക്ക് തോന്നുന്നു സമീപകാലത്ത് ഒരുപക്ഷെ ഞായറാഴ്ച എല്ലാ കാലത്ത് ഈ നമ്മൾ ഒരു വലിയ മത്സരം വരുമ്പോൾ സൂപ്പർ സൺഡേ എന്ന് പറയും. പക്ഷേ കഴിഞ്ഞ രണ്ട് സൂപ്പർ സൺഡേകൾ കഴിഞ്ഞു. ഇന്നും ആ ഒരു ആവേശത്തിലാണ് ക്രിക്കറ്റ് പ്രേമി ഇന്ത്യ പാകിസ്ഥാൻ. തീർച്ചയായും അത് കാരണം നമുക്ക് ഒരുപക്ഷെ സ്ഥിരമായി ഇന്ത്യ പാകിസ്ഥാൻ മത്സരം കാണുന്ന ആരാധകർ മാത്രമല്ല രജേഷ്, ഇപ്പോൾ ഇന്നത്തെ ഒരു മത്സരത്തിന് മറ്റൊരു വിവാദത്തിന്റെ പശ്ചാത്തലം കൂടി ഉണ്ട്. തീർച്ചയായും നടപടി നേരിട്ടതിന് ശേഷം വരികയാണ്. അതുകൂടിയുണ്ട്. കാരണം സാധാരണ ഒരു ഫോട്ടോ ഹസ്തദാനത്തിലാണ് തുടങ്ങിയത്. ഇന്നലെ ഫോട്ടോ എടുക്കാൻ പോലും സൂര്യകുമാർ തയ്യാറായിട്ടില്ല. ഇതിലേറെയുള്ളത് ഈ കിരീടം നേടിക്കഴിഞ്ഞാൽ കിരീടം നൽകേണ്ടത് പാകിസ്ഥാന്റെ ആഭ്യന്തരമന്ത്രി കൂടിയായിട്ടുള്ള സീനാണോ? അതെ, എങ്ങനെ ആരെ കയ്യിൽ നിന്ന് വാങ്ങും എന്നൊക്കെ അറിയാനുള്ള ഒരു ആകാംക്ഷ ആരാധകർക്കുണ്ട്. ഏത് രീതിയിൽ മത്സരം പോകുമെന്ന് അറിയാനുണ്ട്. വലിയ ആവേശം എന്തായാലും മത്സരത്തിലുണ്ട്. കാരണം രണ്ട് മത്സരങ്ങൾ നമ്മൾ ജയിച്ച ആത്മവിശ്വാസം ഇന്ത്യക്ക് തീർച്ചയായിട്ടും. ഈ ഏഷ്യ കപ്പില് മുഴുവൻ നോക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് തന്നെയാണ് ആധിപത്യം. തീർച്ചയായും ആ ടീമിന്റെ കാര്യത്തിലായാലും ആ ആധിപത്യം അങ്ങനെ തന്നെയാണ് നമ്മൾ വിലയിരുത്തുന്നത്. നമുക്കിപ്പം അതിഥികൾ കൂടി ചേരുന്നുണ്ട്. സോണി ചെറുവത്തൂർ, ക്രിക്കറ്റ് പരിശീലകൻ, മുൻ താരം സോണി ചെറുവത്തൂർ കൂടി ചേരുകയാണ്. സോണി, ഗുഡ് ഈവനിങ്. വലിയ ആവേശത്തിലാണ് എന്ന് മനസ്സിലാക്കുന്നു. കാരണം നമുക്കറിയാം ഇന്ത്യ പാകിസ്ഥാൻ മത്സരം വരുമ്പോൾ ക്രിക്കറ്റ് പ്രേമികൾക്ക്, ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും വലിയ ആവേശം തന്നെയാണ്. പക്ഷേ ഇന്നത്തെ മത്സരം നമുക്ക് കിരീടം നിലനിർത്തേണ്ടതുണ്ട്. ഒരുപാട് മറുപടികൾ നൽകേണ്ട ദിവസം കൂടിയാണ്. അല്ല, ഗുഡ് ഈവനിങ്. എനിക്ക് തോന്നുന്നു ഇന്ത്യ പാക് മത്സരങ്ങൾ നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ച പോലെ തന്നെ ഒരുപാട് ക്ലാസിക് പോരാട്ടങ്ങൾ കണ്ട് ആസ്വദിച്ചിട്ടുള്ളതാണ്. ഇപ്പോ ഏതാണ്ട് ഈ സാഹചര്യത്തിൽ ഫൈനലിലേക്ക് എത്തി നിൽക്കുമ്പോൾ അതിനും അപ്പുറത്തേക്ക് പല തലങ്ങളിലേക്ക് ഈ മത്സരം മാറി നിൽക്കുന്നു എന്ന് ആലോചിക്കുമ്പോൾ ഒരു വലിയ സമ്മർദ്ദം കളിക്കാർക്കുണ്ടാകുമല്ലോ എന്ന് ആലോചിച്ച് പോവുകയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ മത്സരത്തിന് ശേഷം സൂര്യകുമാർ യാദവിന്റെ ആത്മവിശ്വാസവും അദ്ദേഹത്തിന്റെ ധൈര്യവും ഒക്കെ കാണുമ്പോൾ ഫൈനലിൽ നമുക്ക് ആധികാരികമായ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കും എന്നുള്ള പ്രതീക്ഷ തന്നെയാണുള്ളത്. ഫൈനലിന്റെ സമ്മർദ്ദമില്ലാതെ ചില ചാമ്പ്യൻസ് ട്രോഫി പോലെയുള്ള മത്സരങ്ങളിലെ ഇതിനു മുമ്പ് ഫൈനലിൽ നമ്മൾ അടിവതറിയിട്ടുള്ളതൊക്കെ ചില ആരാധകരുടെ മനസ്സിലേക്ക് വരുന്നുണ്ടെങ്കിൽ പോലും ഈ ഏഷ്യ കപ്പിൽ കണ്ടിട്ടുള്ള ടീം ഇന്ത്യ എന്ത് വെല്ലുവിളിയെ നേരിടാൻ പാകത്തിലേക്ക് വളർന്നിരിക്കും എന്നുള്ള തോന്നലാണുള്ളത്. തോണി, അതോടൊപ്പം നമുക്ക് മുൻപ് ഈ ICC ടൂർണമെന്റുകളിലൊക്കെ ഇന്ത്യ കിരീടം നേടുമ്പോൾ ഒരു മലയാളി സാന്നിധ്യമുണ്ട്. നമുക്ക് ഇന്ന് നമ്മുടെ സഞ്ജു സാംസൺ ആ സാന്നിധ്യമായി തന്നെ ഉണ്ട്. പലപ്പോഴും ഒരു ടൂർണമെന്റിലേക്ക് പോകുമ്പോൾ സഞ്ജു ഒരു ഫസ്റ്റ് ടീമിന്റെ ഭാഗമായി പലപ്പോഴും കാണുന്നില്ല. അത് അവസാനം കിരീടം നേടിയ 2020 ലോകകപ്പിലായാൽ പോലും. പക്ഷെ ഇത്തവണ വരുമ്പോൾ സഞ്ജു ആ ടീമിന്റെ അവിഭാജ്യ ഘടകമാണ്. പ്രത്യേകിച്ച് രണ്ട് മത്സരത്തിലും സഞ്ജു ടോപ്പ് ഓർഡറിൽ ഇറങ്ങി പ്രധാനപ്പെട്ട സ്കോർ ചെയ്യുന്ന രണ്ട് മത്സരത്തിലും നിർണായകമാവുകയും ചെയ്തു. സോണി ചെറുവത്തൂരിനെ ചെറുപ്പം തൊട്ടേ അറിയുകയും ചെയ്യാം. തീർച്ചയായും വലിയ ബന്ധമുള്ള കാര്യവും കൂടിയാണ്. അല്ല, സഞ്ജുവിനെ വളരെ ചെറിയ പ്രായം മുതൽ കാണുന്നതാണ്. ആ സഞ്ജുവിൽ ഒരു മാറ്റവും വന്നിട്ടില്ല എന്നുള്ള ഒരുപാട് സന്തോഷത്തോടെ അഭിമാനത്തോടെയും പറയാനാണ് തോന്നുന്നത്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ സീസണിൽ ഏതാണ്ട് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ 3 T20 സെഞ്ചുറി നേടിയ താരമാണ് ടോപ്പ് ഓർഡറിൽ. അദ്ദേഹത്തിനോട് പിന്നീട് അദ്ദേഹത്തിൽ നിന്ന് ടീം ആവശ്യപ്പെടുന്നത് അല്പം മിഡിൽ ഓർഡറിലോ അതിനും താഴെയോ ഒക്കെ കളിക്കാനായിട്ടാണ്. ഒരു വിക്കറ്റ് കീപ്പർ ബാറ്റർക്ക് അങ്ങനെ കളിക്കാൻ സാധിക്കില്ല എന്നുള്ളതല്ല, പക്ഷെ തന്റെ കഴിവ് 3 സെഞ്ചുറികളിലൂടെ, എനിക്ക് തോന്നുന്നു അതിനു മുമ്പ് ഒരു ഇന്ത്യക്കാരനും അങ്ങനെ ചെയ്തിട്ടുണ്ടോന്നായിട്ട് എനിക്ക് തോന്നുന്നില്ല. അത്തരത്തിലുള്ള പ്രകടനത്തിന് ശേഷം മറ്റൊരു കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ട് റോൾ അദ്ദേഹം തന്റെ ക്രിക്കറ്റ് ജീവിതത്തിൽ ഇതുവരെ അത്തരത്തിലുള്ള റോള് കാര്യമായിട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത് കേരളത്തിന് കളിക്കുമ്പോഴായിക്കോട്ടെ, ജൂനിയർ തലത്തിലായിക്കോട്ടെ, IPL ആയിക്കോട്ടെ, ഒന്നും അങ്ങനെ ചെയ്തിട്ടില്ല. പക്ഷെ തന്റെ ടീമിന് അത്തരത്തിലുള്ള ഒരു ആവശ്യം വരുന്ന സമയത്ത് യാതൊരു മടിയും കൂടാതെ മോഹൻലാലിനെ പോലെ എനിക്ക് ഏത് റോളും ചെയ്യും, ഏത് റോള് തന്നാലും ധൈര്യത്തോടെ തന്റെ ടീമിന് വേണ്ടി, തന്റെ സംവിധായകന് വേണ്ടി ചെയ്യുമെന്നുള്ള ലാലേട്ടനെ പോലെയാണ് ഇപ്പോൾ സഞ്ജു ഉള്ളത്. പക്ഷേ സോണി, ഒരുപക്ഷെ സഞ്ജുവിനെ ഈ തരത്തിൽ നിരീക്ഷിച്ചത് കൊണ്ട് ചോദിക്കുകയാണ്, ഈ ടോപ്പ് ഓർഡറിൽ തന്നെയല്ലേ നമ്മൾ സാധാരണഗതിയിൽ സഞ്ജുവിനെ പ്രതീക്ഷിക്കുന്നത്? ആ തരത്തിൽ അവസരം നൽകണമെന്നല്ലേ പറയാൻ പറ്റുക? അല്ല, നമ്മള് നമ്മുടെ രാജ്യത്തിന് വേണ്ടി കളിക്കുന്ന സമയത്ത് ആ ടീമിന്റെ ആവശ്യം, ഒരുപക്ഷെ സഞ്ജുവിന് തന്റെ ഇൻഡിവിജ്വൽ പെർഫോമൻസസിനോ അല്ലെങ്കിൽ സഞ്ജു ഒരു വലിയ താരമായിട്ട് മാറുന്നതിലോ ഒക്കെ അദ്ദേഹത്തിന് സാധ്യതകൾ കൂടുതൽ, അദ്ദേഹത്തിന് കൂടുതൽ ഇണങ്ങുന്നതും തന്റെ ടീമിനെ ഏറ്റവും നന്നായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കുന്നതും ടോപ്പ് ഓർഡറിൽ തന്നെയാണ്. യാതൊരു സംശയമില്ല. കഴിഞ്ഞ അന്താരാഷ്ട്ര മത്സരങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന് അവസരം കിട്ടിയപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ ഉൾപ്പെടെ അദ്ദേഹത്തിന് അല്പം കൂടി ഒരു ഇന്നിങ്സിന്റെ ഫസ്റ്റ് ഹാഫിലേക്ക് അദ്ദേഹത്തിന് ബാറ്റിംഗ് ലഭിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിട്ട് നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. പക്ഷേ നമ്മൾ തന്റെ രാജ്യത്തിന് വേണ്ടി കളിക്കുന്ന സമയത്ത് എവിടെയാണോ തനിക്ക് ആവശ്യം, എവിടെയാണോ തനിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കുന്നത്, അവിടെയാണ് ഒരു താരം കളിക്കേണ്ടതെന്ന് ഉറച്ചു വിശ്വസിക്കുകയാണ്. സഞ്ജുവിന്റെ ഇൻഡിവിജ്വലായിട്ട് സഞ്ജുവിനെ ഇഷ്ടമുള്ള ഒരു മലയാളി എന്ന രീതിയിൽ ആലോചിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഓപ്പണിംഗ് തന്നെ കിട്ടിയിരുന്നെങ്കിലോ എന്ന് ആലോചിച്ചേനെ. പക്ഷെ ഇപ്പോൾ നമ്മൾ രാജ്യത്തിന് വേണ്ടി കളിക്കുന്ന ഒരു താരത്തിനെ പറ്റിയാണ് ആലോചിക്കുന്നത്. അദ്ദേഹം എവിടെയാണെങ്കിലും ഏറ്റവും നന്നായിട്ട് കളിക്കാൻ സാധിക്കട്ടെ. ശ്രീ സോണി ചെറുവത്തൂർ, ഇപ്പം ഇന്ത്യ ഒരുപാട് ടീമുകളുമായിട്ട് ഫൈനലിലേക്ക് വരും. പക്ഷേ നമുക്ക് ഈ ഇന്ത്യ പാകിസ്ഥാൻ
ഫൈനൽ എന്നൊക്കെ പറയുമ്പോൾ അത് എപ്പോഴും സ്പെഷ്യലാണ്. കാരണം എല്ലാ ആൾക്കാരും എവിടെ ഇരുന്നാണെങ്കിലും ആ കളി മിസ് ചെയ്യില്ല, എല്ലാവരും കാണുന്ന ഒരു സംഭവമാണ്. അപ്പം ഒത്തിരി മത്സരങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ശ്രീ സോണി ചെറുവത്തൂരിന് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു മൊമെന്റ് പറയാൻ പറ്റുമോ, ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഓർത്തെടുക്കാൻ പറ്റുമോ? ഞാൻ കളിച്ചിരുന്ന സമയത്ത് ഒരു ഫാസ്റ്റ് ബോളറായിട്ടാണ് എനിക്ക് കൂടുതൽ സമയം കളിക്കേണ്ടി വന്നിട്ടുള്ളത്. പക്ഷേ ഫാസ്റ്റ് ബോളറായിട്ട് കളി കാണുന്ന സമയത്ത് ഒരു ലോകകപ്പ് മത്സരം വളരെ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നു. എനിക്ക് തോന്നുന്നു ക്രിക്കറ്റ് കളിച്ചു തുടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ ക്രിക്കറ്റ് എപ്പോഴെങ്കിലും ഒക്കെ ആസ്വദിച്ചിട്ടുള്ള ആ കാലഘട്ടത്തിലുള്ള എല്ലാവരുടെയും മനസ്സിൽ ഒരു വലിയ ആവേശമായിട്ട് നിൽക്കുന്നത് അമീർ സൊഹൈലും വെങ്കടേഷ് പ്രസാദും തമ്മിലുള്ള ആ ഒരു ഡ്യുവൽ തന്നെയാണ്. അടിച്ചതിന് ശേഷം ഇനി നിന്നതേ അവിടേക്ക് അടിക്കുമെന്ന് പറഞ്ഞ അമീർ സൊഹൈലിന്റെ കുറ്റി തെറിപ്പിച്ച വെങ്കടേഷ് പ്രസാദിന്റെ പന്ത്രണ്ടുള്ള ആ ഒരു മത്സരം പക്ഷേ ഒരിക്കലും നമുക്ക് ക്രിക്കറ്റ് ആരാധകർക്ക് മറക്കാൻ സാധിക്കുന്നില്ല. അത്തരത്തിലുള്ള ഒരുപാട് മത്സരങ്ങളുണ്ട്. പക്ഷെ ഇന്ത്യ പാക് മത്സരങ്ങൾ ഇത്തരത്തിലുള്ള നല്ല മുഹൂർത്തങ്ങൾ, നല്ല പോരാട്ടങ്ങൾ കൊണ്ട് എപ്പോഴും ശ്രദ്ധേയമാവാറ്. ഓക്കെ, അപ്പൊ ഇന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത്? ഇന്നിപ്പം എങ്ങനെയായി തീരുന്നൊക്കെയാണ് സോണി ചെറുവത്തൂരിന്റെ ഒരു കണക്ക് കൂട്ടൽ? താങ്കൾ സൂചിപ്പിച്ച പോലെ തന്നെ ഇന്ത്യ പാകിസ്ഥാനുമായിട്ട് മത്സരമാകുമ്പോൾ എല്ലാ ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകരെ പോലെ ഒരു ചെറിയ സമ്മർദ്ദമുണ്ട്. ഇവരോട് തോക്കാൻ പാടില്ലല്ലോ എന്നുള്ള ഒരു വിഷമവും സമ്മർദ്ദവും ഒക്കെ എല്ലാ ക്രിക്കറ്റ് ആരാധകനെ പോലെ ഉണ്ട്. നമ്മളെല്ലാം ജയിച്ചിട്ട് ഫൈനലിലെത്തി, ഇനി ഫൈനലിലാണ് അവന്മാരോട് തോറ്റുപോയാലോ എന്നുള്ള ഒരു പേടിയും സമ്മർദ്ദവും ഒക്കെ ഉണ്ട്. പക്ഷെ ക്രിക്കറ്റ് നൽകുന്ന ആവേശവും ആ ഒരു എക്സൈറ്റ്മെന്റും അത് തന്നെയാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇന്ന് ഫൈനലിലേക്ക് എത്തുമ്പോഴും എനിക്ക് തോന്നും എല്ലാ മേഖലയിലും വ്യക്തമായ ഒരു ആധിപത്യം, അത് സ്കില്ലിന്റെ കാര്യത്തിലായിക്കോട്ടെ, ടാക്ടിക്സിന്റെ കാര്യത്തിലായിക്കോട്ടെ, ഫിറ്റ്നസിന്റെയും ഫീൽഡിങ്ങിന്റെയും കാര്യത്തിലായിക്കോട്ടെ, എല്ലാ മേഖലയിലും ഇന്ത്യക്ക് മുൻതൂക്കമുണ്ട്. പക്ഷെ നമുക്കറിയാം ക്രിക്കറ്റ് ആണ്, അന്നത്തെ ദിവസം ഒരൊറ്റ താരത്തിന്റെ പ്രകടനം കൊണ്ട് മത്സരം മാറി മറിഞ്ഞേക്കാം. ഒരു ഭാഗത്ത് ഷഹീൻഷാ അഫ്രീദിയെ പോലെ ഒരു മികച്ച താരത്തിന്റെ പ്രകടനങ്ങൾ പാകിസ്ഥാനെ ഫൈനലിലേക്ക് എത്തിക്കുമ്പോൾ മറുഭാഗത്ത് അഭിഷേക് ശർമ്മയുണ്ട്. ഈ രണ്ട് താരങ്ങൾ തമ്മിൽ ഉള്ള പോരാട്ടമായിരിക്കുമെന്നാണ് എന്റെ ആദ്യ കണക്കുകൂട്ടലുള്ളത്. സോണി, അതോടൊപ്പം നമുക്കറിയാം ഈ റൈവൽറി എന്നൊന്നും പറയരുതെന്നൊക്കെ സൂര്യകുമാർ യാദവ് പരിഹസിച്ചെങ്കിൽ കൂടി ഇന്ത്യ പാകിസ്ഥാൻ മത്സരം വരുമ്പോൾ അങ്ങനെ എഴുതിത്തള്ളാൻ സാധിക്കില്ല. പ്രത്യേകിച്ച് ആദ്യ മത്സരത്തിൽ നിന്ന് മാറി പാകിസ്ഥാൻ കുറച്ചുകൂടി ഒരു മികച്ച നിലയിലേക്കൊക്കെ വന്നിട്ടുണ്ട് ഫൈനലിലേക്ക് എത്തുമ്പോൾ. ഒരു പുതിയ പരിശീലകന് കീഴിൽ അത്തരത്തിലുള്ള ഒരു വിന്നിംഗ് കൾച്ചറിലേക്ക് പാകിസ്ഥാനെ കൊണ്ടുവരാനുള്ള ശ്രമം പല സമയത്ത് നടക്കുന്നുണ്ട്. പക്ഷെ അവിടെയും സ്ഥിരതയോടുകൂടി കളിക്കുക, ഇന്ത്യയെ പോലെ സർവശക്തരായ ഒരു ടീമിനെതിരെ കളിക്കുക, അല്ലെങ്കിൽ അവരെ ഏറ്റവും മികച്ചത് പുറത്തെടുക്കുക എന്നുള്ള അത്ര എളുപ്പമായിരിക്കില്ല. ഇന്ത്യയുടെ ഏറ്റവും മോശം ദിവസവും പാകിസ്ഥാന്റെ ഏറ്റവും മികച്ച ദിവസവും ആണെങ്കിൽ മാത്രമാണ് നേരത്തെ സൂര്യകുമാർ യാദവ് സൂചിപ്പിച്ചതുപോലെ 11-3 എന്നൊക്കെ ഉള്ളപ്പോൾ അതൊരു പോരാട്ടം എന്നൊക്കെ അങ്ങനെ സൂചിപ്പിക്കാറുണ്ടോ എന്നുള്ള ഒരു ആത്മവിശ്വാസം ടീം ഇന്ത്യയുടെ ഭാഗത്തുനിന്നുണ്ട്. പക്ഷെ പാകിസ്ഥാന്റെ ഏറ്റവും മികച്ച ദിവസമാണ്, അവർക്ക് അവരുടെ ഏറ്റവും മികച്ചത് പുറത്തെടുക്കാൻ സാധിക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് ഒരു വെല്ലുവിളി നൽകാൻ സാധിക്കും. ബുംറയും അഭിഷേക് ശർമ്മയും സഞ്ജു സാംസണും സൂര്യകുമാർ യാദവും ഒക്കെയുള്ള ഇന്ത്യക്കെതിരെ ജയിക്കുക അത്ര എളുപ്പമായിരിക്കില്ല എന്നാണ് ഒരു ക്രിക്കറ്റ് ആരാധകൻ എന്ന നിലയിൽ എനിക്കും തോന്നുന്നത്. വളരെയധികം നന്ദി ശ്രീ സോണി ചെറുവത്തൂർ ഈ നിമിഷം നമ്മോടൊപ്പം ചേർന്നതിന്.